സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയും അഭിനേതാക്കളും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. ജി സുരേഷ് കുമാറിനെ തള്ളി ജോയ് മാത്യു രംഗത്തെത്തി. അഭിനേതാക്കളോട് പ്രതിഫലം കുറയ്ക്കണമെന്ന് സംഘടനയ്ക്ക് ആവശ്യപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. സുരേഷ് കുമാറും താരങ്ങളെ വെച്ച് പണമുണ്ടാക്കിയിട്ടുണ്ടെന്നും ജോയ് മാത്യു പറഞ്ഞു. അത് മറ്റുള്ളവർ താരങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. താരങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്, അതൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്, സിനിമ എന്ന പ്രോഡക്റ്റിന് അത്യാവശ്യമായതുകൊണ്ടാണ് നിർമ്മാതാക്കൾ അവരെ പുറകെ പോകുന്നത്. സിനിമ എടുക്കണമെങ്കിൽ, നല്ല സിനിമ എടുക്കണമെങ്കിൽ ഇവരൊന്നും ഇല്ലാതെ എടുക്കാമല്ലോ സിനിമ. അപ്പം ലാഭം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സിനിമ എടുക്കുന്ന നിർമ്മാതാക്കൾക്ക് അതിന് വേണ്ട ചേരുവകൾ വേണം. അതിലൊരു ചേരുവയാണ് താരം. ആ താരത്തിൻ്റെ കൂടെ മേൽവിലാസത്തിലാണ് ഇവരുടെ പടങ്ങൾ തിയേറ്ററിൽ വരുന്നതും വിതരണക്കാരൻ എടുക്കുന്നതും ഓടുന്നതും ഒക്കെ തന്നെ. അവർക്ക് താരങ്ങൾ മസ്റ്റാണെങ്കിൽ അവർ താരങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് നിൽക്കേണ്ടി വരും. താരങ്ങൾ സ്വയം അവരുടെ റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നുള്ളത് അത് അവരെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു സംഘടനയ്ക്ക് അതിലൊരു തീരുമാനം എടുക്കാനും പറ്റില്ല. ഞാനിതിൽ അങ്ങനെ കാണുന്നുള്ളൂ. ഒരു താൽക്കാലികമായിട്ടുള്ള ഇവരുടെ ഒരു പ്രശ്നം മാത്രമാണ്. ഇത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലല്ല, ഉള്ളവർ തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. സിനിമാ തർക്കത്തിൽ സംഘടനയ്ക്കുള്ളിലെ പിളർപ്പ് ഒഴിവാക്കാൻ നിർമ്മാതാക്കൾ ഇരുവിഭാഗത്തെയും ന്യായീകരിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ട്രഷററായ ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തി. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, എന്താണ് ലിസ്റ്റിന്റെ നിലപാട്? പൂർണ്ണമായിട്ടും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ലല്ലോ ലിസ്റ്റിൻ സംസാരിക്കുന്നത്. അതെ മഞ്ജുഷ, ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിലെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അത്തരമൊരു ചർച്ചയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. പക്ഷേ ജൂണിൽ ഇവർ ആരംഭിക്കാനിരിക്കുന്ന സമരത്തെ അങ്ങേയറ്റം വിമർശിക്കുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്തത്. ജൂൺ 1-ാം തീയതി സമരം പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് മുന്നോട്ട് വെച്ച ഒരു അജണ്ട ആയിരുന്നല്ലോ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ പർട്ടിക്കുലറായ ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ള പലവിധ തർക്കങ്ങളിലേക്ക് ലിസ്റ്റിൻ കടക്കുകയുണ്ട്. പക്ഷേ ഇത് ലിസ്റ്റിൻ രണ്ട് നിലപാടാണ്. ഒന്ന് വ്യക്തി എന്നുള്ള നിലയിലും ഒന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ട്രഷറർ എന്നുള്ള നിലയിലുമാണ് താൻ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ലിസ്റ്റിൻ. ആ ഒരു തരത്തിൽ ആന്റണി പെരുമ്പാവൂരിനെയും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും ഒരുപോലെ ന്യായീകരിച്ച് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സുരേഷ് കുമാറിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം ആ ഒരു നിലപാട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എടുത്ത സാഹചര്യത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് നിരവധി താരങ്ങളും എത്തുന്ന ഒരു സാഹചര്യം പ്രതികരണം കേൾക്കാം. അവര് പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില എന്താ പറയുക അസ്വാരസ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഈവൻ ഉണ്ടായത്. അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞുപോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം അറിയില്ല.